അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ അറിയിപ്പ് വന്നത് നാം ഒക്കെ അറിഞ്ഞു. ജൂലൈ 24 മുതൽ 31 അടങ്ങിയ ദിവസങ്ങളിലാണല്ലോ നമ്മുടെ പാദവാർഷിക പരീക്ഷ. കഴിഞ്ഞ വീഡിയോയിൽ നാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. നമുക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള സിലബസ് പുതിയ ഒരു സിലബസാണ്. അതുകൊണ്ട് ആ പുതുക്കിയ സിലബസിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ ഏതൊക്കെ പാഠങ്ങളാണ് പഠിച്ചു തീർക്കേണ്ടത്, ഖുർആനിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ, ഓരോ വിഷയങ്ങളുടെയും പാഠങ്ങൾ ഏതെല്ലാം എന്ന് കൃത്യമായി കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള ക്ലാസ്സുകളിലെ സിലബസിനെ കുറിച്ചാണ്. ആദ്യമായി 5ാം ക്ലാസ് മുതൽ പഴയ സിലബസ് തന്നെയാണ്, ബുക്കുകളൊന്നും മാറിയിട്ടില്ല. 5ാം ക്ലാസ്സിൻ്റെ സിലബസാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നേരത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പാദവാർഷിക പരീക്ഷയ്ക്ക് മുഹറം മാസത്തിലുൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. അതനുസരിച്ച് 5ാം ക്ലാസ്സിന് തീർക്കേണ്ട, അവർ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ, 5ാം ക്ലാസ്സിന് ആകെയുള്ള വിഷയങ്ങൾ ഖുർആനുണ്ട്, അതുപോലെ ഹിഫ്ള്, ഫിഖ്ഹ്, അഖീദ, അഖ്ലാഖ്, തജ്വീദ്, താരീഖ്, ലിസാനുൽ ഖുർആൻ. ഇത്രയും വിഷയങ്ങളാണ് 5ാം ക്ലാസ്സിന് പഠിക്കാനുള്ളത്. അതുൽ ഖുർആൻ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യം മുതൽ സൂറത്തുൽ ബഖറ കഴിയുന്നതുവരെ, അതുപോലെ സൂറത്തുൽ ബഖറ മുഴുവനായിട്ടും, അതിൻ്റെ കൂടെ തന്നെ സൂറത്തു ആലി ഇമ്രാനിൻ്റെ തുടക്കം മുതൽ 4ാമത്തെ ജുസ് തുടങ്ങുന്നതുവരെ ഇത്രയും ഭാഗം പരിശുദ്ധ ഖുർആനിൽ നിന്നും പാരായണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് 5ാം ക്ലാസ്സുകാർ. അതുപോലെ ഹിഫ്ളിൻ്റെ ഭാഗം സൂറത്തു യാസീനാണ് 5ാം ക്ലാസ്സിൽ ഹിഫ്ളിൻ്റെ ഭാഗം. സൂറത്ത് യാസീനിൻ്റെ ആദ്യം മുതൽ 32 ആയത്ത് വരെയാണ് ഹിഫ്ള് ചെയ്യേണ്ടത്. സൂറത്ത് യാസീനിൻ്റെ ആദ്യം മുതൽ 32 ആയത്തുകൾ വരെ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഫിഖ്ഹിൽ തീരാനുള്ള പാഠങ്ങൾ, ഷാഫിഈ ഫിഖ്ഹ് അതുപോലെ ഹനഫി ഫിഖ്ഹ് രണ്ടും ഉണ്ടാവും. ഷാഫിഈ ഫിഖ്ഹിൽ 9 പാഠങ്ങളും അതുപോലെ ഹനഫി ഫിഖ്ഹിൽ 10 പാഠങ്ങളുമാണ് ഈ മുഹറം മാസമാകുമ്പോഴേക്കും തീരാനുള്ളത്, പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. അതുപോലെ അഖീദയിൽ 4, അഖ്ലാഖ് 4 പാഠങ്ങൾ, തജ്വീദ് 6 പാഠങ്ങൾ, താരീഖും ലിസാനും 4 വീതം പാഠങ്ങൾ. ഇത്രയും ഭാഗങ്ങൾ 5ാം ക്ലാസ്സുകാർ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 6ാം ക്ലാസ്സുകാർ, 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ഖുർആന്, ഹിഫ്ള്, ഫിഖ്ഹ്, ദുറൂസുൽ ഇഹ്സാൻ, താരീഖ്, അതുപോലെ ലിസാനുൽ ഖുർആൻ. ഇത്രയും വിഷയങ്ങളാണ് 6ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ളത്. അതിൽ ഖുർആൻ മുഹറം മാസമാകുമ്പോഴേക്കും ഓതിത്തീരേണ്ടുന്ന ഭാഗങ്ങൾ സൂറത്തു മറിയം, അതുപോലെ സൂറത്തു താഹ, സൂറത്തുൽ അംബിയ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ നൂർ, സൂറത്തുൽ ഫുർഖാൻ, ശുഅറാ, നംല്. ഇത്രയും സൂറത്തുകളാണ് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഓതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി 6ാം ക്ലാസ്സുകാർക്കുള്ള ഹിഫ്ളിൻ്റെ ഭാഗം സൂറത്തുൽ മുൽക്കാണ്. തബാറക സൂറത്താണ് 6ാം ക്ലാസ്സുകാർ ഹിഫ്ള് ചെയ്യേണ്ടത്, ബൈഹാർട്ട് ചെയ്യേണ്ടത്.
സൂറത്തുൽ മുൽക്ക് ആദ്യം മുതൽ 21 ആയത്തുകൾ വരെയാണ്. 21 മുതൽ അവസാനം വരെ. മുഹറം മാസമാകുമ്പോഴേക്ക് തബാറക സൂറത്ത് കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അതുകൊണ്ട് മുഹറം മാസമാകുമ്പോഴേക്ക്, ഈ പാദവാർഷിക പരീക്ഷയാകുമ്പോഴേക്ക് തബാറക സൂറത്ത് മുഴുവനായും 6ാം ക്ലാസ്സുകാർ ഹിഫ്ള് ചെയ്യേണ്ടതുണ്ട്. ഇനി ഫിഖ്ഹ്, ഹനഫി ഫിഖ്ഹിൽ തീരേണ്ടുന്ന പാഠങ്ങൾ 7 പാഠങ്ങളും അതുപോലെ ഷാഫിഈ ഫിഖ്ഹിൽ 8 പാഠങ്ങളുമാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠങ്ങളും, താരീഖിൽ 6 പാഠങ്ങളും, ലിസാനുൽ ഖുർആനിൽ 4 പാഠങ്ങളും. ഇത്രയും പാഠഭാഗങ്ങളാണ് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഇനി അടുത്തത് 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൻ്റെ സിലബസ് ആണ് ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ളത്. 7ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഖുർആൻ, ഹിഫ്ള്, ഫിഖ്ഹ്, ദുറൂസുൽ ഇഹ്സാൻ, താരീഖ്, ലിസാനുൽ ഖുർആൻ. ഇത്രയും വിഷയങ്ങളാണ് 7ാം ക്ലാസ്സുകാർക്കുള്ളത്. അതിൽ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കം മുതൽ സൂറത്തുൽ ബഖറ, അതുപോലെ സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തുൻ നിസാ ഉൾപ്പെടെയുള്ള സൂറത്തുകളാണ് 7ാം ക്ലാസ്സുകാർ ഓതി പരിശീലിക്കേണ്ടത്. 7ാം ക്ലാസ്സിനുള്ള ഹിഫ്ള് സൂറത്തുൽ വാഖിഅയാണ്. സൂറത്തുൽ വാഖിഅയുടെ തുടക്കം മുതൽ 37ാമത്തെ ആയത്ത് വരെയാണ് ഹിഫ്ള് ചെയ്യേണ്ടത്, ബൈഹാട്ട് ചെയ്യേണ്ടത്. ഇനി ഫിഖ്ഹിൽ ഷാഫിഈ ഫിഖ്ഹ് ആവട്ടെ, ഹനഫി ഫിഖ്ഹ് ആവട്ടെ, 6 വീതം പാഠങ്ങൾ, 6 ചാപ്റ്റേഴ്സുകൾ ഫിഖ്ഹിൽ പൂർത്തിയാവേണ്ടതുണ്ട്. ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠങ്ങളും, താരീഖിൽ 9 പാഠങ്ങളും, ലിസാനുൽ ഖുർആനിൽ 5 പാഠങ്ങളും. ഇത്രയും പാഠഭാഗങ്ങളാണ് 7ാം ക്ലാസ്സുകാർ കവർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് 8ാം ക്ലാസ്സിൻ്റെ സിലബസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 8ാം ക്ലാസ്സിൽ നമുക്കറിയാം ഖുർആൻ 7ാം ക്ലാസ് കഴിയുന്നതോടുകൂടെ ഖുർആൻ കഴിഞ്ഞു. ഇനി 8ാം ക്ലാസ്സുകാർക്കുള്ള വിഷയങ്ങൾ ഫിഖ്ഹ്, അതുപോലെ ദുറൂസുൽ ഇഹ്സാൻ, താരീഖ്, ലിസാനുൽ ഖുർആൻ. ഇത്രയും വിഷയങ്ങളാണ്. ഇവിടെ മുഹറം മാസമാകുമ്പോഴേക്ക്, ഈ വരുന്ന പാദവാർഷിക പരീക്ഷയാകുമ്പോഴേക്ക് തീർക്കേണ്ടുന്ന ഭാഗങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടുന്ന ഭാഗങ്ങൾ ഷാഫിഈ ഫിഖ്ഹും ഹനഫി ഫിഖ്ഹും രണ്ടും അനുസരിച്ച് 5 പാഠങ്ങളാണ് തീരാനുള്ളത്. അതുപോലെ ദുറൂസുൽ ഇഹ്സാനിൽ 6 പാഠങ്ങളും, താരീഖിൽ 5 പാഠങ്ങളും, ലിസാനുൽ ഖുർആനിൽ 4 പാഠങ്ങളുമാണ് 8ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാം വിശാലമായ പാഠങ്ങളാണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ വായിച്ച്, പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ അറബിയാണ്, അറബിയെല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി, അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇനി 9ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കാനുള്ള വിഷയം, 9ാം ക്ലാസ്സിൽ നമുക്കറിയാം ഫിഖ്ഹ്, ദുറൂസുൽ ഇഹ്സാൻ, താരീഖ്, ലിസാനുൽ ഖുർആൻ. ഇത്രയും വിഷയങ്ങളാണുള്ളത്. ഈ മുഹറം മാസം ആകുമ്പോഴേക്ക്, മുഹറം മാസം ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങൾ ഷാഫിഈ ഫിഖ്ഹ് അനുസരിച്ച് 5 പാഠങ്ങളും, ഹനഫി ഫിഖ്ഹ് അനുസരിച്ച് 6 പാഠങ്ങളും തീരേണ്ടതുണ്ട്. ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠങ്ങളും, താരീഖിൽ 8 പാഠങ്ങളും, ലിസാനുൽ ഖുർആനിൽ 4 പാഠങ്ങളുമാണ് അവർ തീർക്കാനുള്ളത്. ഇനി 10ാം ക്ലാസ്സിൽ ആകെയുള്ള വിഷയങ്ങൾ തഫ്സീർ, ഫിഖ്ഹ്, ദുറൂസുൽ ഇഹ്സാൻ, ലിസാനുൽ ഖുർആൻ. ഇവിടെ തഫ്സീറിൽ സൂറത്തുൽ ബയ്യിന, അതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത്, വൽ ആദിയാത്തി അടങ്ങുന്ന സൂറത്തുകളാണ് 10ാം ക്ലാസ്സിൽ തഫ്സീറിന്റെ ഭാഗമായിട്ട് വരുന്നത്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ളുഹ, അതുപോലെ അലം നശ്റഹ്, വത്തീനി, സൂറത്തുൽ അലഖ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്തുൽ ഖദ്ർ, ബയ്യിന, അതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത്, വൽ ആദിയാത്ത്. ഇത്രയും സൂറത്തുകളാണ് തഫ്സീർ, ഇത്രയും സൂറത്തുകളുടെ തഫ്സീറുകളാണ്, അത്രയും പാഠങ്ങളാണ് 10ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ ഫിഖ്ഹിൽ ഷാഫിഈ ഫിഖ്ഹ് ആണെങ്കിൽ 6 പാഠങ്ങളും, ഹനഫി ഫിഖ്ഹ് ആണെങ്കിൽ 5 പാഠങ്ങളും തീരേണ്ടതുണ്ട്. ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠങ്ങളും, അതുപോലെ ലിസാനുൽ ഖുർആനിൽ 6 പാഠങ്ങളുമാണ് 10ാം ക്ലാസ്സുകാർ ഈ പാദവാർഷിക പരീക്ഷയാകുമ്പോഴേക്ക് തീർക്കേണ്ടത്. ഇനി 11ാം ക്ലാസ്സുകാർ, +1കാർ,
അവർക്ക് ആകെയുള്ള വിഷയങ്ങൾ തഫ്സീർ, അതുപോലെ ഫിഖ്, ദുറൂസുൽ ഇഹ്സാൻ, ലിസാനുൽ ഖുർആൻ, ഇത്രയും വിഷയങ്ങളാണ് 11ാം ക്ലാസ്സുകാർക്കുള്ളത്. അവർ തഫ്സീറിൽ 5 പാഠങ്ങളും, ഷാഫിഈ ഫിഖ് അനുസരിച്ച് 6 പാഠവും, ഹനഫി ഫിഖ് അനുസരിച്ച് 5 പാഠവും, ദുറൂസുൽ ഇഹ്സാൻ 5 പാഠവും, ലിസാനുൽ ഖുർആൻ 4 പാഠവും, ഇത്രയും പാഠഭാഗങ്ങളാണ് +1കാർ 11ാം ക്ലാസ്സുകാർ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറാവേണ്ടത്. ഇനി 12ാം ക്ലാസ്സുകാർക്കുള്ള വിഷയങ്ങൾ തഫ്സീർ, ഫിഖ്, ദുറൂസുൽ ഇഹ്സാൻ, ലിസാനുൽ ഖുർആൻ. ഇവിടെ തഫ്സീറിൽ 4 പാഠങ്ങളും, അതുപോലെ ഷാഫിഈ ഫിഖ് അനുസരിച്ച് 5 പാഠങ്ങളും, ഹനഫി ഫിഖ് ആണെങ്കിൽ 4 പാഠങ്ങളും, ദുറൂസുൽ ഇഹ്സാൻ 4 പാഠം, ലിസാനുൽ ഖുർആൻ 4 പാഠം. ഇത്രയും പാഠഭാഗങ്ങളാണ് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത്. ഓരോ ക്ലാസിൻ്റെയും പാഠഭാഗങ്ങൾ വേർതിരിച്ച് തന്നെ നാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഈ വരുന്ന പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ഈ പാഠഭാഗങ്ങളെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളും കൂടെ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, സ്കൂൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ട്യൂഷൻ സെന്ററുകളിലേക്ക് പോകുന്ന മക്കളാണ് അധികവും. അതിനിടയിൽ നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസത്തെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പരീക്ഷ എടുക്കുന്ന ഈ ഒരു സമയത്തൊക്കെ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ വിഷയവും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങളിലൊക്കെ വലിയ ബർക്കത്ത് നൽകി ധാരാളം അറിവുകൾ കരസ്ഥമാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ വിശാലമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.